നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. Hi friends, welcome to a colorful humorous Jesus Kids. ഹരിതഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഒരു കഥാകാഴ്ച കാണാം. കാട്ടിലെ കൂട്ടുകാർ. എന്താ ബേലി? എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? നമ്മളെല്ലാം മരിക്കാനോ? ഒന്ന് നിക്ക് ബേലി. സമയമില്ല, നമ്മൾ മരിക്കാൻ പോവാ. രക്ഷപ്പെടണമെങ്കിൽ എന്റെ കൂടെ ഓടിക്കോ. എന്തൊക്കെയാ പറയുന്നത്? എന്നാ പിന്നെ ഞാൻ ഓടിയേക്കല്ലേ? അങ്ങനെയാണ് ഞാൻ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത്. എന്റെ പൊന്നു ഗംഭീരേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരൊറ്റ ഡയലോഗ് കൊണ്ടല്ലേ നീ അവരെ അടിച്ചിട്ടത്. പിന്നല്ലാതെ നമ്മളൊരു കാര്യത്തിൽ മുറുക്കി പിടിച്ച പിന്നെ ആര് വന്നാലും നമ്മൾ അഴിഞ്ഞു കൊടുക്കരുത്. പിടിച്ചാൽ അതിൽ ഉറച്ചങ്ങട് നിക്കണം. ആ വരുന്നത് പീലിയും ഓട്ടുമല്ലേ? ആ ശരിയാണല്ലോ, എന്തോ പ്രശ്നം എന്തോ ഒരു പന്തിയില്ലാത്ത വരവാ. മോട്ടു, എന്താ കാര്യം? എന്താ എവിടേക്കായി ഓടുന്നേ? എന്ത് പറ്റി? നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ കുറിഞ്ഞിമലയിലെ ഒരു ദിവ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എന്ത് പറ്റി? ആ ദിവ്യനോടൊപ്പം ചേർന്നാലേ വരുന്നു. ഞാൻ പോട്ടെ കാര്യങ്ങളൊക്കെ മുഴുവൻ പറഞ്ഞിട്ട് പോ. ഷടാ പപ്പീസേ, ഇതെന്തോ ഒരു കുഴപ്പമുണ്ട്. ആ പീലിയുടെ ഓട്ടം ശ്രദ്ധിച്ച നീ? അതെ അതെ അതെ, എനിക്കും തോന്നുന്നുണ്ട്. ഒന്ന് നിക്കാൻ പോലും പീലിക്ക് നേരില്ലേ. പപ്പീസേ, ഇതെന്താണെന്ന് കണ്ടുപിടിച്ച പറ്റൂട്ടാ. ഓ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പപ്പീസേ, നീ ഒന്ന് വന്ന് നമുക്കൊന്ന് പോയി നോക്കാന്ന്. ഈ കുറിഞ്ഞുമലയില് ഒത്തിരി കാര്യങ്ങൾ ദിവസേന നടക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമുണ്ട്. ഈ പീലിയുടെ ഇന്നത്തെ ഓട്ടം നമുക്ക് ഗുണപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞ എന്നാലും എന്തത്? വിജയശ്രീ ലാളിതരെ, നിങ്ങൾക്ക് എന്റെ വണക്കം. ജീവിത വ്യഗ്രതയിൽപ്പെട്ട് ഈ കാട്ടിലെ മൃഗങ്ങൾ ഓടി നടക്കുമ്പോൾ എന്നെ ശ്രമിപ്പാൻ നിങ്ങൾ തയ്യാറായതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കുറച്ചാഴ്ചകൾക്ക് മുൻപ് എനിക്ക് ലഭിച്ച ഈ വെളിപാട് ഈ പുസ്തകത്തിലെ 126-ാം പേജിൽ മൺമറഞ്ഞു പോയ ജംറൂട്ടൻ ഗുരുക്കൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അല്ല ഗുരുക്കളെ, കുറച്ചുകൂടി തെളിച്ചു പറയൂ. ആദ്യമായിട്ടാണ് മോട്ടു അങ്ങയുടെ അടുത്ത് വരുന്നത്. അങ്ങയുടെ മുൻപ് നടന്ന ക്ലാസ്സുകളിലൊന്നും ഇതുവരെ മോട്ടു പങ്കെടുത്തിട്ടില്ല.
ശരി, ഞാൻ ലളിതമായി ഈ വിഷയം അവതരിപ്പിക്കാം. അതിനു മുൻപ് ഇവിടെ പറയുന്നത് ഒന്നും പുറത്തുപോയി മറ്റ് മൃഗങ്ങൾ കേൾക്കെ പറയില്ലെന്ന് നിങ്ങൾ ഉറപ്പു തരണം. ഉറപ്പ്. നിങ്ങൾ ദാ ഈ നിമിഷം മുതൽ വിജയിച്ചവരോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. നിങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കൈകൾ അതിന്റെ അടയാളമാണ്. വളരെ രഹസ്യപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. വരുന്ന അമാവാസി നാളിൽ അന്ന് ഈ ലോകം അവസാനിക്കാൻ പോകുന്നു. ഗുരുക്കള് പറയുന്നത് സത്യമാണോ? വിശ്വാസമില്ലാത്ത സമൂഹമേ, നിങ്ങളെ ഞാൻ എന്ത് വിളിക്കണം? ഈ കാര്യം ആദ്യം കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. അത് ശരി. പക്ഷേ ഗുരുക്കൾ ആ പുസ്തകം തുറന്ന് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി മോട്ടു. ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതിൽ എനിക്ക് അതിയായ ദുഃഖം തോന്നുന്നു. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിലെ 126-ാം പേജിൽ മൺമറഞ്ഞു പോയ ജിംറൂട്ടൻ ഗുരുക്കൾ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം വരാൻ പോകുന്ന അമാവാസി നാളിൽ ഈ ഭൂവിലെ സർവചരാചരങ്ങൾക്കും അവസാന ദിനമായിരിക്കും. അപ്പോ നമ്മള് മരിക്കോ? തീർച്ചയായും. അയ്യോ, എനിക്ക് എന്റെ അമ്മയെ കാണണം. അയ്യോ അമ്മേ, ഇനിയിപ്പോ എപ്പോ കാണാനാ? കരയാതിരിക്കൂ, മനസ്സിനെയും ഹൃദയത്തെയും ശാന്തമാക്കൂ. എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം. ഇവിടെ മരണമെന്നത് ചെടിയിൽ നിന്നൊരു പൂ കൊഴിയുന്നതിന് തുല്യമാണ്. അനേകായിരം പൂക്കൾക്കിടയിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്ന ഒരു പൂ പോലെ. എന്തായാലും മരിക്കണ്ട. വരാൻ പോകുന്ന ലോകാവസാനത്തെ നേരിടേണ്ടത് ഏത് രീതിയിലാണെന്ന് ഇന്ന് പറഞ്ഞു തരാ എന്നാ ഗുരു മുൻപ് പറഞ്ഞിരുന്നതേ. അതെ, ലോകാവസാനം അടുത്തെത്തിയിരിക്കുന്നു. അതിനെ നേരിടാൻ നാം തയ്യാറായി ഇരിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള വഴി ഒന്ന് പറഞ്ഞതാ ഗുരുക്കളെ. ശാന്തമാവുക. നാം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ലോകം അവസാനിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഒരു സ്വത്തും പരലോകത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. നേരെ മറിച്ച് നിങ്ങളുടെ സമ്പാദ്യവും സ്വത്തുക്കളും ഈ പുസ്തകത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്കായി പരലോകത്ത് ഒരു വലിയ കൊട്ടാരം പണിയപ്പെടുകയാണ്. കൊട്ടാരോ? ആരോ പുറത്തുനിന്ന് നമ്മുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? നിങ്ങളിൽ ആരെങ്കിലും ചെന്ന് ഉടനെ അവനെ പിടിച്ചുകൊണ്ടുവരും. ഏയ്, ആരും പിടിക്കണ്ട. ദേ, ഞാൻ അങ്ങനെ എത്തുന്നു. ദേ, എത്തിക്കഴിഞ്ഞു. സമ്മതിക്കണേ ഗുരുവിനെ. ശരിയാ. തനിക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ നടന്നതൊന്നും യാതൊരു കാരണവശാലും പുറമേ പറയില്ല എന്ന് ഇതിനാൽ ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇവിടെ പറഞ്ഞതൊക്കെ നീ കേട്ടുവോ? ഉവ്വ്, എല്ലാം ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പ്രതിജ്ഞ കൂടി ചൊല്ലിയത്. മനസ്സിലായോ? നിനക്കും വിജയവഴിയിലേക്ക് സ്വാഗതം. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാന നാളുകൾ അടുത്തെത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കുള്ളതെല്ലാം ദാ ഈ പുസ്തകത്തോട് ചേർത്ത് വെച്ചാൽ പരലോകത്ത് നിങ്ങൾക്കായി ഒരിടം ഒഴിഞ്ഞു കിടപ്പുണ്ടാകും. ഇതപ്പോ നന്നായി. എന്റെ ഗുരുക്കളെ, നാളിതുവരെ എന്റെ പിതാവ് കുടുംബസ്വത്തിന്റെ ഓഹരി എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ ഈ പുസ്തകത്തോടെ എന്റെ സമ്പത്ത് ചേർത്ത് വെക്കും? അതിനും വഴിയുണ്ട്. ഇനിയുള്ള നാളുകൾ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കുക. ആ പ്രവൃത്തികൾ നിന്റെ സമ്പാദ്യമായി കണക്കാക്കപ്പെടുന്നതായിരിക്കും. അങ്ങനെ പോകുവിൻ, പ്രഘോഷിക്കുവിൻ വിജയത്തിന്റെ ഈ വഴി. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ഈ പുസ്തകത്തോട് ചേർക്കുന്ന കാര്യം മാത്രം അതീവ രഹസ്യമായി വയ്ക്കുവിൻ. നിങ്ങളുടെ പ്രസംഗം കേട്ട് ആരെങ്കിലും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. കാട്ടിലെ പ്രിയ സുഹൃത്തുക്കളെ, എന്നെ ശ്രമിക്കുവിൻ. ഇതാ ആ ദിനം അടുത്തെത്തിയിരിക്കുന്നു. അല്ലയോ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? വിളഞ്ഞ പാടത്തേക്ക് നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതാ കൊയ്ത്തുകാരൻ അടുത്തെത്തിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുവിൻ. ഈ പുഴയിലെ ജലഗണങ്ങൾ വരും നാളുകളിൽ നിശ്ചലമാകാൻ പോകുന്നു. ആ കറുത്ത അമാവാസി നമ്മെ വിഴുങ്ങാൻ പോകുന്നു. ഹേ സുഹൃത്തുക്കളെ, എന്നെ ശ്രമിപ്പവരെ, പുതിയൊരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും.
അറിയിക്കുന്നു. അല്ലയോ സുഹൃത്തുക്കളെ, ഗ്രഹിപ്പാൻ കാതിനിമ്പമുള്ള ഒന്നല്ല നാം ഇവിടെ പ്രഘോഷിക്കുന്നത്. എന്റെ പപ്പീസേ, ഈ ഗംഭീരനത് എന്ത് പറ്റിയതാ? ഇന്നലെ രാത്രി വല്ലതും കണ്ട് പേടിച്ച് കാണുമെന്നേ. ഇതൊന്നുമല്ല, ഏതോ ഒരു ബാധ ഇവനെ പിടികൂടി. 2 ദിവസം മുമ്പ് വരെ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നീ അവന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോ? അവന്റെ പ്രസംഗ ശൈലി ശ്രദ്ധിച്ചോ? എല്ലാം ഗൂഢമായിരിക്കുന്നു. ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ഇതാ ആ ദിനം അടുത്തെത്തിയിരിക്കുന്നു. സൂര്യൻ ഇരുണ്ടു പോകുന്ന ആ ദിവസം, ചന്ദ്രന്റെ പാൽപുഞ്ചിരിമായുന്ന ദിനം എല്ലാം അടുത്തെത്തിയിരിക്കുന്നു. ഗംഭീരേ, നിനക്കിത് എന്ത് പറ്റിയതാ? എന്റെ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന സുഹൃത്തേ. ഇന്നലെ വരെ എന്നെ പപ്പീസ് എന്ന് വിളിച്ചിരുന്നവനാ. എന്ന് മുതലടാ ഞാൻ നിനക്ക് സുഹൃത്തായി മാറിയത്? ഈ വെള്ളത്തിലിറങ്ങി ഒന്ന് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്ക്. അതെ അതെ അതെ, നല്ല തണുത്ത വെള്ളം തലയിൽ വീണാലേ ഈ പ്രശ്നമെല്ലാം തീരും. വിശ്വാസമില്ലാത്തവരെ, ഇതാ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വരാൻ പോകുന്ന അമാവാസി ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളുടെയും നാശത്തിൻ്റെതായിരിക്കും. രക്ഷ പ്രാപിപ്പാൻ നിങ്ങൾ എനിക്കൊപ്പം ചേരുവിൻ. അതെ, അടുത്ത അമാവാസിയിൽ ലോകം അവസാനിക്കുന്നു. വരുവിൻ, വിജയത്തിനൊപ്പം ചേരുവിൻ. വരുവിൻ, വിജയത്തിനൊപ്പം ചേരുവിൻ. അല്ല, നിങ്ങൾ പോരുന്നില്ലേ? എങ്ങോട്ട്? ഗംഭീർ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. എന്നിട്ട് നിങ്ങളുടെ മനസ്സ് മാറിയില്ലേ? ഓ കപിലേ, നിനക്കൊന്നും വേറെ പണിയില്ലേ ഇവന്റെയൊക്കെ വാക്ക് കേൾക്കാൻ? ഞാൻ ഗംഭീറിനൊപ്പം ചേരാൻ പോവുകയാണ്. ഗംഭീരേ, ഗംഭീരേ നിൽക്കൂ, ഞാനും വരുന്നു. ഈ കപിലിന്റെ ഒരു കാര്യം. ഇതാപ്പാ നന്നായത്. വിജയശ്രീ ലാളിതരെ, നാം ലക്ഷ്യത്തോടടുത്തെത്തിയിരിക്കുന്നു. ഇതാ ആ സുദിനം നമ്മെ തേടി വരാൻ പോകുന്നു. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തെല്ലാം ജിംബ്രൂട്ടൻ ഗുരുക്കൾ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തോട് ചേർത്ത് വയ്ക്കുവിൻ. വിജയശ്രീ ലാളിതരാകുവിൻ. അനുഗ്രഹിക്കണം. നന്നായി വരും. എന്റെ സമ്പാദ്യം മുഴുവനും ഉണ്ട്. അനുഗ്രഹിക്കണം ഗുരു, അനുഗ്രഹിക്കണം. നിങ്ങളുടെ കയ്യിൽ ശേഷിക്കുന്ന പണം കൊണ്ട് ഇനിയുള്ള നാളുകൾ ആഘോഷിക്കുവിൻ. ഇതാ ആ നാൾ അടുത്തെത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് പേടി തോന്നുന്നുണ്ട്. എന്തിനു പേടിക്കണം? ഇതാ ജിംബ്രൂട്ടൻ ഗുരുക്കൾ എഴുതിയ ഈ ഒറിജിനൽ പുസ്തകത്തിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എല്ലാ സംശയങ്ങൾക്കും ഈ പുസ്തകത്തിൽ ഉത്തരമുണ്ട്. വിജയശ്രീ ലാളിതരായി പോകുവിൻ. ഇനി വരാൻ പോകുന്ന അമാവാസിക്കായി ഒരുങ്ങുവിൻ. ഈ ആപ്പിൾ ഇനി ആർക്കും കഴിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമുക്കെടുത്ത് കഴിക്കാം. പിടിക്കൂ. അല്ല, ഇന്നല്ലേ അമാവാസി? പക്ഷേ ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടല്ലോ, അതെന്താ? മോട്ടു, ഒരു കാര്യത്തിൽ നാം വിശ്വാസം അർപ്പിച്ചാൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ചിന്ത കൊണ്ട് പോലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കരുത്. ഗംഭീരേ, ഞാൻ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ജിംബ്രൂട്ടൻ ഗുരുക്കളിലും അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനായ കോവർ ഗുരുക്കളിലും വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, അതോ നമ്മുടെ കോവർ ഗുരുക്കൾ പറഞ്ഞ സമയം അടുത്തു. നമുക്ക് ആഹാര പദാർത്ഥങ്ങൾ തീർത്ത് നാം തയ്യാറാവേണ്ടിയിരിക്കുന്നു. അതെ അതെ, എങ്കിൽ തുടങ്ങാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, മനസ്സിനെ ശാന്തമാക്കുക, പുസ്തകം എടുത്ത് കരങ്ങളിൽ വെക്കുക. ഇനി ലോകാവസാനം മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കുറങ്ങാം. വിട ചൊല്ലുന്നു ഈ സുന്ദര ഭൂമിയെ, വിട ചൊല്ലുന്നു ഈ സുന്ദര ഭൂമിയെ, വിട ചൊല്ലുകയാണ് ഈ പുഴയോട്, വിട ചൊല്ലുകയാണ് ഈ പുഴയോട്. സൂര്യചന്ദ്രന്മാരെ, നക്ഷത്ര
നിങ്ങളോട് യാത്ര പറയുന്നു. സൂര്യചന്ദ്രന്മാരെ, നക്ഷത്രങ്ങളെ, ഞങ്ങൾ നിങ്ങളോട് യാത്ര പറയുന്നു. നമുക്കിറങ്ങാം എന്നേക്കുമായി. എന്തൊരുറക്കം! പരലോകത്ത് സ്വപ്നം കണ്ടുള്ള ഉറക്കമാ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? മോട്ടു, കപിലേ, എല്ലാവരും ഉണരുവിൻ. ഇതാ നമ്മൾ പരലോകത്തെത്തി കഴിഞ്ഞു. ഇതോ പരലോകോ? അതെ, നമ്മൾ ഇന്നലെ കിടന്ന അതേ സ്ഥലമല്ലേ ഇത്? അപ്പോ ലോകം അവസാനിച്ചല്ലേ? ശരിയാണല്ലോ. അതേ പാറ, അതേ പുഴ. ദാ നമ്മൾ ഇന്നലെ കഴിച്ചു തീർത്ത ഭക്ഷണപാത്രങ്ങൾ. ഇല്ല, ലോകം അവസാനിച്ചില്ല. കോവർ ഗുരുക്കൾ നമ്മൾ ചതിച്ചോ? അല്ല, ഇത് എന്ത് പറ്റിയതാ? എല്ലാവരും എന്താ ഈ പാറപ്പുറത്താണോ ഇന്നലെ അന്തി ഉറങ്ങിയത്? അത് പിന്നെ ഞങ്ങള് ചുമ്മാ ഇങ്ങനെ. ചുമ്മാതൊന്നുമല്ല ഗംഭീരെ, അങ്ങ് പറഞ്ഞു കൊടുക്ക്. ആ കോവറിന്റെ വാക്ക് കേട്ട് ഇന്നലെ രാത്രി ലോകം അവസാനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പോയി. ഉള്ള സ്വത്തെല്ലാം വിറ്റ് അവന് കൊടുക്കുകയും ചെയ്തു. സത്യമായിട്ടും സത്യം തന്നെയാ പപ്പീസേ. അവനൊരു പുസ്തകം ഉപയോഗിച്ച് ഞങ്ങളെ പറ്റിക്കായിരുന്നു. ഞങ്ങളുടെ എല്ലാം പോയി. പണം, ആത്മാഭിമാനം എല്ലാം ആ കോവർ കൊണ്ടുപോയി. ഓ എന്റെ ഗംഭീരെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്? ലോകാവസാനത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇപ്രകാരമാണ്: പിതാവായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും ലോകാവസാനത്തെ കുറിച്ച് അറിയില്ല എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ശരിയാണ്, ആ കാര്യം ഇപ്പോഴാ ഓർത്തത്. പപ്പീസേ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി. ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇത്തരം ദിവ്യന്മാർ എന്ന് അവകാശപ്പെടുന്നവർ ലോകാവസാനത്തെ കുറിച്ച് പ്രവചിക്കുകയും അവയെല്ലാം തെറ്റിപ്പോവുകയും ഉണ്ടായിട്ടുണ്ട്. സത്യദൈവത്തെയും അവന്റെ വചനങ്ങളെയും വിശ്വസിക്കുക, അതാണ് വേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. എല്ലാം പോയി. ഞങ്ങളെ ആ കോവർ പറ്റിച്ചു. തല ഉയർത്തി നടക്കാൻ പറ്റാതായി. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനല്ലാതെ മറ്റാരും ഈ കാര്യം അറിഞ്ഞതുപോലുമില്ല. നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഗംഭീരെ, നിന്റെ ആ കവലപ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അന്ന് തൊട്ട് ഞാൻ നിനക്ക് പുറകിലുണ്ടായിരുന്നു. നിന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ച് അതെല്ലാം ഞാൻ പോലീസിനോട് പോയി പറഞ്ഞു. നമ്മുടെ സ്വത്തൊക്കെ ഇന്നലെ രാത്രി പോലീസ് കോവറിനെ അറസ്റ്റ് ചെയ്തു. പോലീസാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങൾ വല്ല അവിവേകവും കാണിക്കുന്നതിന് മുമ്പ് സത്യം പറഞ്ഞ് മനസ്സിലാക്കാൻ. നന്ദി പപ്പീസേ, നന്ദി. നന്ദി പറയേണ്ടത് എന്നോടല്ല, നന്ദി പറയേണ്ടത് നമുക്ക് നല്ല ബുദ്ധി തോന്നിച്ച ആ ദൈവത്തിനോടാ. ആ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പാട്ട് പാടാം. ഇത്രയേറെ നന്മ എനിക്കേകാൻ അത്ര എന്നെ സ്നേഹിക്കുന്നു ദൈവം. വ്യർത്ഥമായി പോയൊരെന്റെ ജീവൻ അർത്ഥവും രൂപവും നീകി. വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ, കാഴ്ചയേകാം എന്റെ മാനസം. കൂട്ടുകാർ നൽകിയ അനുഭവ പാഠങ്ങളിൽ നിന്നും ഇനി ടിങ്കുവിന്റെ കളമൊഴിയിലൂടെ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? ഞാൻ സുഖമായിരിക്കുന്നു അങ്കിൾ. ഓ, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്നുമില്ല അങ്കിൾ. എന്നാലും എന്തോ ഒരു വിഷമമുണ്ടല്ലോ. വിഷമമൊന്നുമില്ല. ആട്ടെ, നിനക്ക് സ്കൂളിൽ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. അത് ശരി. ഓക്കെ, നിന്റെ വീട്ടിലായിരിക്കും നിനക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ളത്? ഒരുപാടുണ്ട്. ഓ, അത് ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ അങ്കിൾ? നീ ആത്മാർത്ഥമായിട്ട് പറയണം. ഞാൻ പറയാം. നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? എല്ലാ
എന്നാലും കൂടുതൽ ഇഷ്ടം ആര്യ ഒന്ന് പറഞ്ഞേ. ഞാനേട്ടെ. ആ, ആര്യ കൂടുതൽ ഇഷ്ടം? എനിക്ക് കൂട്ടുകാരിയാണോ? അല്ല അല്ല, പിന്നെ ആര്യ നിനക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം. ആര്യ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാനേട്ടെ. പെട്ടെന്ന് പറ. എൻ്റെ അങ്കിളിനെ. ഓ, അത് ശരി. ഇവൻ എന്നെയോ കൂടുതൽ ഇഷ്ടം എന്നാണ് പറയുന്നത്. എനിക്കത് കേൾക്കുന്നത് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? എൻ്റെ കൂടെ നടന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം എനിക്ക് വിഷമാവും. പക്ഷേ ടിങ്കു എപ്പോഴും പറയുന്നത് എന്നാണെന്നറിയാമോ? എല്ലാവരേക്കാളും കൂടുതൽ അവൻ എന്നെയാണ് ഇഷ്ടം. സന്തോഷമാണ്. പിന്നെ ഒരുപാട് സന്തോഷമാണ്. ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ആളുകളെ വളരെയധികം സ്നേഹിച്ച രാജാവായിരുന്നു. ഒരു ദിവസം രാജാവ് വിചാരിച്ചു, ജനങ്ങളുടെ സ്നേഹം ഒന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി എന്താണ് ചെയ്തത്? അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? രാജ്യത്തുള്ള ആളുകളോടൊക്കെ പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങൾ എനിക്ക് ഓരോ സമ്മാനങ്ങൾ കൊണ്ടുവരണം. നല്ല സമ്മാനങ്ങൾ. ടിങ്കു ആണെങ്കിൽ എന്താ കൊടുക്കുക? നല്ല സമ്മാനങ്ങൾ കൊടുക്കല്ലേ? ആ നാട്ടിലുള്ള ആളുകളെല്ലാം അന്നു മുതൽ ഈ രാജാവിന് നല്ല സമ്മാനങ്ങൾ കൊടുക്കുവാൻ തയ്യാറെടുത്തു. രാജാവ് വളരെ പ്രതീക്ഷയോടുകൂടെ ആളുകളുടെ സമ്മാനത്തിന് വേണ്ടി കാത്തിരുന്നു. ആരാണ് ഏറ്റവും നല്ല സമ്മാനം കൊടുക്കുക എന്ന് രാജാവ് ഓരോ ദിവസവും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് എന്തുണ്ടായങ്ങൾ? ഒരു ദിവസം തൻ്റെ പ്രജകൾ വന്ന് രാജാവിനെ കാണുവാനായിട്ട് വന്നു. എന്നിട്ടോ? രാജാവിനെ കാണുവാനായിട്ട് വന്നപ്പോൾ അവർ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. നല്ല സമ്മാനങ്ങളുണ്ടാവല്ലേ? പിന്നെ നല്ല സമ്മാനങ്ങളുണ്ടോന്നോ? എല്ലാവരും അവരാൽ പറ്റുന്ന രീതിയിൽ ഏറ്റവും മേത്തരമായ സമ്മാനങ്ങളാണ് രാജാവിന് കാഴ്ചയായിട്ട് കൊണ്ടുവന്നത്. രാജാവ് ജനങ്ങൾ കൊണ്ടുവന്ന എല്ലാ സമ്മാനങ്ങളും നോക്കി, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? എല്ലാവരും കൊണ്ടുവന്നത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഒടുവിൽ രാജാവ് ഒരു ചെറിയ പൂവും അതിൻ്റെ പൂച്ചെടിയും കണ്ടു. രാജാവ് അത് വളരെ ആഗ്രഹത്തോടുകൂടി എടുത്തു നോക്കി. അതിൽ പേരൊന്നും എഴുതിയിട്ടില്ല. രാജാവ് ചോദിച്ചു, ഇതാരാണ് കൊണ്ടുവന്നത്? ഉടനെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു ചെറിയ കുട്ടി പുറത്തേക്ക് വന്നു. രാജാവേ, അത് ഞാൻ കൊണ്ടുവന്നതാണ്. രാജാവ് ചോദിച്ചു, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഇത് ഞാൻ രാജാവ് പറഞ്ഞ നാൾ മുതൽ ഞാൻ അത് നട്ട് ഉണ്ടാക്കി രാജാവിന് വേണ്ടി പറിച്ചു കൊണ്ടുവന്നതാണ്. നല്ല കാര്യമല്ലേ? രാജാവിനത് ഒരുപാട് ഇഷ്ടമായി. ആളുകൾ ചോദിച്ചു, ഏറ്റവും മേത്തരമായത് കൊണ്ടുവന്നിട്ടും എന്താണ് ഇത് മാത്രം സെലക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നത്? രാജാവ് അവരോട് വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ എല്ലാ സമ്മാനങ്ങളും നോക്കി, പക്ഷേ ആ സമ്മാനത്തിലൊക്കെ അവരവരുടെ പേരുകളാണ് എഴുതിയത്. പക്ഷേ ഈ പൂവിൽ മാത്രം ഇങ്ങനെ എഴുതിയിരുന്നു, സ്നേഹപൂർവ്വം രാജാവിന്. അങ്ങനെ? രാജാവ് ആ കാര്യത്തെ ഇഷ്ടപ്പെട്ടത്. എന്താണെന്നറിയാമോ? മറ്റുള്ളവർ അവരുടെ പേരിന് വേണ്ടിയാണ് ചെയ്തത്. എന്നാൽ ഈ കുട്ടി തൻ്റെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ആ രാജാവിനെ സ്നേഹിച്ചു. അവന് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടി. അതെ, നല്ല സന്തോഷകരായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നാമും ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മുടെ കൂട്ടുകാരെ നാം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ കൊടുക്കാറൊക്കെയുണ്ട്. പക്ഷേ അതിലൊക്കെ നമ്മുടെ പേര് മഹിമപ്പെടണം. നമ്മൾ മറ്റു പലരോടും ആ വിഷയത്തെക്കുറിച്ച് പറയും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നാം ദൈവത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും സ്നേഹിക്കണം എന്നുള്ളതാണ്. ടിങ്കു അങ്ങനെ ചെയ്യോ? കൂട്ടുകാരെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഓക്കെ. അപ്പം ഹൃദയത്തിൽ നിന്നും ദൈവത്തെ സ്നേഹിച്ച് നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇനി നമ്മുടെ സന്ദേശവേദി. ഇന്ന് വന്ന കത്തുകളിൽ കൂടുതലും ഞാൻ ഒരിക്കൽ പാടിയതിൻ്റെ അഭിനന്ദനങ്ങളാണ്. കൂടാതെ ഞാൻ വീണ്ടും പാടണമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാട്ടോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നിൽ പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകിലും, ഇത്രത്തോളം ജീവിച്ചിരുന്നാലും നന്ദിയേകിത്തീരുമോ? എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കത്തുകൾ അയക്കാൻ മറക്കല്ലേ.
വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണുന്നത് വരെ ബൈ.